Hello guys, so welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് the makeup products which I have അതാണ് ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ. സോ എൻ്റെ കയ്യിലുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ഞാൻ പറഞ്ഞു തരാം. ആക്ച്വലി ഞാൻ ഓൾറെഡി ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ എന്താ പറയുക, ഞാൻ യൂസ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സ് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മേക്കപ്പ് കിറ്റിനുള്ളിൽ ഓൾമോസ്റ്റ് എന്തൊക്കെ ബ്രാൻഡ്സിന്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ട് എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. സോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒരിക്കലും മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. So let's get into the video. Okay guys, അപ്പൊ ഞാൻ ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യുന്ന ആളല്ല. ഞാൻ വലുതായിട്ട് ചെയ്യാറില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴാണ് കുറച്ചെങ്കിലും ചെയ്യുന്നത്. അതും 2 പ്രോഡക്ട്സേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ പോൺസിന്റെ ഒരു ബ്രൈറ്റ് ബ്യൂട്ടി ഒരു ആന്റി ഡൾനെസ് ഫേസ് വാഷ്. ഈ ഒരു സാധനം എവിടെ ഫോക്കസ് ആവും? ഫോക്കസ് യെസ്. ഓക്കെ, അപ്പൊ ഈ ഒരു സംഭവമാണ് ഞാൻ ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കുഴപ്പമില്ല, ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഡവിന്റെ സോപ്പ്, പിയേഴ്സിന്റെ സോപ്പ്, അങ്ങനത്തെ സോപ്പാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. എനിക്ക് ഫേസ് വാഷ് ഒന്നും ഞാൻ അധികം ചെയ്യാറില്ല. ഫേസ് വാഷ് ഒന്നും അധികം ഞാൻ യൂസ് ചെയ്യാറില്ല. തിരിക്കും അതാണ്, അധികം യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ വലിയ സ്കിൻ കോൺഷ്യസ് ആയി തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ്. കുറച്ചെങ്കിലും ഞാൻ സ്കിന്നിന് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്, മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ചുമ്മാ ഒരു ഫേസ് വാഷ് ഇട്ട് ജസ്റ്റ് എന്ന മുഖമൊക്കെ നല്ല മണമായിട്ടൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചേക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഇതാണ് എൻ്റെ ഫേസ് വാഷ്. ഞാൻ പോൺസിന്റെ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പോൺസിന്റെ സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതൊരു ലൈറ്റ് സൺസ്ക്രീൻ ആണ്. ഈ ഒരു സൺസ്ക്രീൻ, ഈ ഒരു സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് രണ്ടും പോൺസിന്റെ അല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ കടയിൽ പോയ സമയത്ത് ഇത് രണ്ടിന്റെയും ഫേസ് വാഷും എന്താ പറയാ സൺസ്ക്രീനും ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തന്നെ അങ്ങ് എടുക്കാം എന്ന് വിചാരിച്ചെടുത്തതാ. അങ്ങനെയാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ പോൺസിന്റെ തന്നെ തെരഞ്ഞെടുത്തതല്ല. എനിക്ക് ഏറ്റവും വേണമെന്ന് ആഗ്രഹമുള്ളത് സെറ്റാഫിലിന്റെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട്. അത് നല്ലതാണ് കേട്ടോ. ഞാൻ പണ്ട് എപ്പോഴെങ്ങാണ്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ലതാ, നല്ല റിസൾട്ട്സ് തരുന്നുണ്ട്. സ്കിൻ ബ്രൈറ്റനിങ്, ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ നല്ലതായിട്ട് ഹെൽപ്ഫുൾ ആയി എനിക്ക്. ഓക്കെ, അപ്പം എനിക്കത് നല്ലതാ. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇപ്പൊ ഞാൻ അധിക കാലങ്ങളൊന്നും ആയിട്ടില്ല, 1 month പോലും ആയില്ല ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്തായാലും ഒരു 1 to 2 month ഞാൻ യൂസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, എനിക്കിപ്പോ ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ല. എന്നാലും 1 month എടുക്കുമല്ലോ നമുക്ക് ചേഞ്ചസ് അറിയാൻ വേണ്ടിയിട്ട്. സോ അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. ഓക്കെ, പിന്നെ ഞാൻ ഫൗണ്ടേഷൻ, പിന്നെ വേറൊരു സൺസ്ക്രീൻ കൂടെ ഉപയോഗിക്കും. ഈ മാമ എർത്തിന്റെ സൺസ്ക്രീൻ, ഈ ഒരു എന്താ പറയാ അൾട്രാ ലൈറ്റ് ഇന്ത്യൻ സൺസ്ക്രീൻ. ഈ ഒരു സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ അധികം ഉപയോഗിക്കുന്നില്ല. എനിക്ക് ഇതിന്റെ സ്മെൽ അധികം ഇഷ്ടമല്ല. ഞാൻ ഈ ഭയങ്കര എനിക്ക് ഈ കോൺസെൻട്രേറ്റഡ് സ്മെല്ലൊന്നും ഇഷ്ടമല്ല. ഇപ്പം ചില പെർഫ്യൂം, എല്ലാവരും ഭയങ്കര പെർഫ്യൂം അഡിക്ട്സ് ആയിരിക്കത്തില്ല, പക്ഷെ എനിക്ക് ചില പെർഫ്യൂമിന്റെ ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ. പോൺസിന്റെ യൂസ് ചെയ്യാറുണ്ട്, മാമ എർത്തിന്റെ യൂസ് ചെയ്യാറുണ്ട്. ഫേസ് വാഷ് പോൺസിന്റെ ആണ് ഞാനിപ്പോ യൂസ് ചെയ്യുന്നുണ്ട് അറ്റ് പ്രസന്റ്. പിന്നെ എന്റെ ഫൗണ്ടേഷൻ, സത്യം പറഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിക്കാറില്ല. അതാണ് ഒരു വെറൈറ്റി കാര്യം. ഞാൻ ഫൗണ്ടേഷൻ ഉപയോഗിക്കാറില്ല. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ ഒരു ഫൗണ്ടേഷൻ ഞാൻ അടിച്ചു മാറ്റി കൊണ്ടുവന്നു. ലാക്മേയുടെ ഈ 9 to 5 ഫൗണ്ടേഷൻ. കുഴപ്പമില്ല, ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല അധികം. കാരണം എനിക്കത് ബ്ലെൻഡ് ചെയ്യാൻ അറിയത്തില്ല ക്ലിയർ ആയിട്ട്. ഞാൻ ഓൾറെഡി എൻ്റെ നേരത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഫൗണ്ടേഷൻ എന്താ പറയാ കാണാനും ഇടുന്നത് കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഫേസിൽ എനിക്ക് തന്നെ യൂസ് ചെയ്യാനായിട്ട് അറിയത്തില്ല. ഇപ്പം ഞാനത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഞാൻ നല്ലപോലെ ചെയ്യാനായിട്ട് പഠിക്കും. ഓക്കെ, പക്ഷെ എനിക്ക് ഞാൻ ഇട്ട ഭയങ്കര കേക്കി ഫിനിഷ്, ഒരു ഓയിലി ലുക്ക് തോന്നിക്കും. അതാ ഞാൻ പിന്നെ ഇടാത്ത. അപ്പൊ അതാണ് ഫൗണ്ടേഷൻ. പിന്നെ ഞാൻ ഐലൈനറിന് പകരം യൂസ് ചെയ്യുന്നത് മെബലൈനിന്റെ ഈ ഒരു കൊളോസൽ കാജലാണ്. ബ്ലാക്ക് ആണ്.
ഭയങ്കര നല്ലതാണ്. ഭയങ്കര നല്ലതെന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു കാജലാ. കാരണം ഇപ്പൊ ഇട്ടിരിക്കുന്ന പോലും അതിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര സ്മൂത്ത് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇത് വരച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് മറ്റേ ഈ ലിക്വിഡ് ഐലൈനേഴ്സ് ഇഷ്ടപ്പെടത്തില്ല. എനിക്കിപ്പോ ലിക്വിഡ് ഐലൈനേഴ്സ് ഇഷ്ടമല്ല. എന്തുകൊണ്ടോ ഞാനിപ്പോ ഇത് യൂസ് ചെയ്ത് ഞാൻ ഇതിന് അഡിക്റ്റ് ആയിട്ട് വന്നേക്കുവാണേ. അപ്പം ഇത് ഭയങ്കര ബട്ടറി ടെക്സ്ചറാ ആക്ച്വലി. അപ്പൊ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോ കറന്റ് ഫേവറേറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കുക. ഞാൻ ഇതൊക്കെ സ്റ്റോറിൽ പോയാ വാങ്ങിയ, ഓൺലൈൻ പർച്ചേസ് ചെയ്തല്ല. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് കാജൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു. പിന്നെ വരുന്നത് എൻ്റെ ലിപ്സ്റ്റിക്സ് ആണ്. അത്യാവശ്യം ഒരുപാടുള്ളത്. ലിപ്സ്റ്റിക്സ് 3 ഷെയ്ഡ് ലിപ്സ്റ്റിക്സ് ആണ് അറ്റ് പ്രസന്റ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലാതെ കുറെ ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ എൻ്റെ ഫേവറേറ്റ്സ് ഈ 3 ഷെയ്ഡാണ്. ഒന്ന് വന്നിട്ട് ഷുഗറിന്റെ തന്നെയാ. ഷുഗറിന്റെ ഒരു 35 ആണ്. 35 ആണ് ഈ സംഭവമാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ ഷെയ്ഡ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഇരിക്കും. അമ്മേ, ഈ ഒരു ഷെയ്ഡാണ് ഭയങ്കര ഒരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ് ഇതിന്. അപ്പൊ ഇത് ഞാൻ എൻ്റെ ഭയങ്കര ഒരു ഫേവറേറ്റ് ഷെയ്ഡായിട്ട് മാറിയിരിക്കുവാണ്. കാരണം അധികം നമുക്ക് ഓവറായിട്ട് തോന്നിക്കത്തുമില്ല, ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് തോന്നിക്കത്തില്ല. ഒരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഒരു ബ്രൈറ്റ് റെഡ് ആണെങ്കിൽ അത്യാവശ്യം കുറയണം, പക്ഷെ ലൈറ്റ് റെഡ് ആയിട്ടായിരിക്കും നമ്മളിപ്പോൾ 1 സ്വൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് റെഡ് ആയിട്ടായിരിക്കും ഇത് ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു ബേസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മെബലൈനിന്റെ തന്നെയാ. ഷെയ്ഡ് ഒരു 50 വിക്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ ഇപ്പൊ അറ്റ് പ്രസന്റ് ഇട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഷെയ്ഡാ, നല്ല ഡാർക്കാ. പിന്നെ വേറൊരു കാര്യം, വാട്ടർ പ്രൂഫ് ആണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇട്ടിട്ട് പോയാൽ മതി, രാത്രി ആയാലും അത് അതേപോലെ തന്നെ അവിടെ കിടന്നോളും. കാരണം അത്രയ്ക്കും ചുണ്ടിൽ കിടക്കുന്നതാ. അങ്ങനെ ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് അങ്ങനെ പോകത്തില്ല. ഓക്കെ, സ്റ്റിക്കി ആയിട്ടൊന്നും തോന്നത്തില്ല. നമ്മുടെ ചുണ്ടിൽ എന്തെങ്കിലും ഒരു സംഭവം ഇട്ടിട്ടുണ്ടെന്നേ തോന്നത്തില്ല. അപ്പം ബെസ്റ്റ് ആണ്. നിങ്ങൾക്കൊരു മസ്റ്റ് ഹാവ് ഐറ്റം ആണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. പക്ഷെ ഇതും മസ്റ്റ് ഹാവ് ആണെന്ന് ഞാൻ പറയും. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ നിക്കത്തില്ല, ത്രൂ ഔട്ട് ദ ഡേ പോകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇട്ടോണ്ടിരിക്കാനാണെങ്കിൽ ഇത് ബെസ്റ്റാ. ഇതാകുമ്പോൾ 1 ടൈം ഇട്ടാൽ മതി, അതേപോലെ തന്നെ അത് അവിടെ കിടന്നോളും. പിന്നെ വീണ്ടും മെബലൈൻ്റെ തന്നെയാണ്. മെബലൈൻ്റെ ഷെയ്ഡ് 70, ഈ ഒരു ഷെയ്ഡ്. ഇത് ആക്ച്വലി ഇത് വാഷ് ഔട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷെ ചില സമയത്ത് എൻ്റെ ചുണ്ടിൽ നല്ല രീതിക്ക് നിൽക്കും, ചില സമയത്ത് ബോറായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. ന്യൂഡ് ഷെയ്ഡാണ്. അധികം പിഗ്മെന്റഡ് ലിപ്സ് അല്ലാത്തവർക്ക് നല്ലതായിരിക്കും. ഞാൻ വേണമെങ്കിൽ ഞാൻ കയ്യിൽ ഒന്ന് കാണിച്ചു കാണാൻ പറ്റുന്നുണ്ടോ? ഒരു എന്താ പറയാ, ഒരു ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അതുകൊണ്ട് ഇത് ഞാൻ കൂടുതലും ഇങ്ങനെ ബ്ലഷ് ആയിട്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യാറ്. കാരണം എന്താ പറയാ, എൻ്റെ ലിപ്സ് പല ടൈം ചില സമയത്ത് ഭയങ്കര പിഗ്മെന്റഡ് ആയിട്ടിരിക്കും, ചില സമയത്ത് കുറച്ച് പിങ്കിഷ് ആയിട്ടിരിക്കും. പിങ്കിഷ് ആയിട്ടിരിക്കുന്ന ഡേയ്സിൽ മാത്രമേ ഞാൻ ആ ഒരു ഇത് യൂസ് ചെയ്യാറുള്ളൂ, ചുണ്ടിൽ യൂസ് ചെയ്യാറുള്ളൂ. ബാക്കി എപ്പോഴും ഞാൻ ഫേസിലായി യൂസ് ചെയ്യുക, ചുമ്മാ ഒരു ടിൻറ്റ് കിട്ടാൻ വേണ്ടി. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര വന്നിട്ട് മെബലൈൻ ന്യൂയോർക്കിന്റെ മസ്കാര തന്നെയാണ്. ഇത് നല്ല കിഡിലും ഒരു മസ്റ്റ് ഹാവ് മസ്കാരയാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് വാങ്ങി വെക്കുക. ഇത് ഫോക്കസ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പേര് ഇതില് ഫയർ വർക്ക് മെബലൈൻ ന്യൂയോർക്ക് എന്നാ എഴുതിയേക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഒരു റീസെന്റ് അവര് ഇറക്കിയ ഒരു മസ്കാര ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഭയങ്കര ബെസ്റ്റ് ആണ്. അത്രയ്ക്ക് നമ്മുടെ ഐസ് നല്ല പോലെ ഒന്ന് വിടർന്നിരിക്കും. നമ്മൾ ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കത്തില്ല. ഓക്കെ, വിടർന്നിരിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. ഓക്കെ,
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ്. അപ്പൊ ഇതിൽ ഞാൻ എൻ്റെതിൽ പറയുന്നത്, ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്യലും മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഐറ്റംസ് ഞാൻ പറയുവാണെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക് മസ്റ്റ് ഹാവ് ആണ് എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ യൂസേഴ്സിന് ബെസ്റ്റാ. അതേപോലെ ഈ ഒരു കാജൽ, പിന്നെ മസ്കാര ഒബ്വിയസ്ലി ഇതെടുക്കുക, പിന്നെ ഇത് പിന്നെ എന്താ ഈ സൺസ്ക്രീൻ ഫേസ് വാഷ് ഞാൻ അധികം നാൾ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറയത്തുള്ളൂ എനിക്കത് ഇഷ്ടമാണ് എന്ന്, എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇത്രയും മേക്കപ്പ് പ്രോഡക്ട്സ്. ഇത്രയും മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കൺസീലർ, ഇപ്പൊ നിങ്ങൾ ആലോചിക്കും കൺസീലർ കോമ്പാക്ട് ഒന്നും യൂസ് ചെയ്യാറില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഫൗണ്ടേഷൻ പിന്നെ ഉപയോഗിക്കും, പക്ഷെ കൺസീലേഴ്സ് എനിക്ക് അധികം യൂസ് ചെയ്യാൻ അറിയാൻ പാടില്ല. അതേപോലെ തന്നെയാണ് എനിക്ക് കോമ്പാക്ട് പൗഡറും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അപ്പൊ എന്തായാലും ഞാൻ പഠിച്ചിട്ട് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോ അത്രയൊക്കെയാണ് ഇന്നത്തെ ആ ഒരു എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സ് വിച്ച് ഐ ഹാവ് അതിൽ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ, ഗുഡ് നൈറ്റ്.